ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഒരു നോമ്പ് കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നോമ്പ് എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് പുനഃക്രമീകരിക്കുവാനും പല കാര്യങ്ങളിലും ഒരു ചിട്ടയും ഒരു അച്ചടക്കവും ഒക്കെ കൊണ്ടുവരുവാനുമായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനാണ് പ്രധാനമായിട്ടും ഈ നോമ്പ് കാലം നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഈ ലോകത്തിൻ്റെ വെളിച്ചമാണ്. മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്നവരായിട്ട് മാറുവാൻ ഈ നോമ്പിൻ്റെ കാലത്ത് നമ്മളേവരും ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ നമ്മുടെ ജീവിതം ഏത് രീതിയിൽ ആയിരുന്നു എങ്കിലും അതിന് ഒരു മാറ്റം വരുത്തി പുതിയൊരു രീതിയിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാനായിട്ട് ഈ നോമ്പ് കാലത്ത് നമ്മൾ ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. ഒരു ചെറിയ ഒരു കഥ ഇപ്രകാരമുണ്ട്. ഒരിക്കലൊരു അന്ധനായിട്ടുള്ളൊരു വ്യക്തി തൻ്റെ സുഹൃത്തിനെ കാണുവാനായിട്ട് പോയി. സുഹൃത്തിനോട് വളരെയധികം സംസാരിച്ചു. തിരിച്ചു പോകുവാൻ നേരമായപ്പോൾ രാത്രിയായി. അപ്പോൾ സുഹൃത്ത് ഒരു മെഴുകുതിരി ഈ അന്ധനായിട്ടുള്ള ഈ വ്യക്തിക്ക് നൽകുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഈ മെഴുകുതിരി നിങ്ങൾ പിടിച്ചോളൂ, രാത്രിയല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യാത്ര സുഗമമാക്കുവാനായിട്ട് അതിലൂടെ സാധിക്കും എന്ന് പറഞ്ഞു. ഈ അന്ധനായിട്ടുള്ള വ്യക്തി ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ മെഴുകുതിരി എനിക്ക് തരുന്നത്? ഞാനൊരു അന്ധനായിട്ടുള്ള വ്യക്തിയാണ്, എനിക്ക് കണ്ണ് കാണുകയില്ല, ഇത് കത്തിച്ചു തന്നതുകൊണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ഉപകാരവും ഇല്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിത് കത്തിച്ച് പിടിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് എതിർ ദിശയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ദേഹത്ത് തട്ടാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം അത് ഉൾക്കൊള്ളുകയും അത് സ്വീകരിക്കുകയും ആ കത്തിച്ച് മെഴുകുതിരി പിടിച്ച് നടക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് അതിശക്തമായിട്ട് ഇടിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് കണ്ണ് കണ്ടുകൂടെ? നിങ്ങൾ നടക്കുമ്പോൾ എൻ്റെ ദേഹത്ത് തട്ടിയിരിക്കുന്നു, നിങ്ങൾക്ക് നോക്കി നടന്നുകൂടെ എന്ന് ചോദിച്ചു. ഈ അന്ധനായിട്ടുള്ള വ്യക്തി പറഞ്ഞു, എനിക്ക് കണ്ണ് കാണുകയില്ല, അതുമാത്രമല്ല എൻ്റെ കയ്യിലൊരു മെഴുകുതിരി ഞാൻ കത്തിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ എൻ്റെ ദേഹത്ത് വന്ന് തട്ടാതെ ഇരിക്കുവാനായിട്ടാണ് ഞാൻ ആ മെഴുകുതിരി കത്തിച്ച് പിടിച്ചത്, എന്നിട്ടും നിങ്ങൾ എൻ്റെ ദേഹത്ത് തട്ടിയിരിക്കുന്നു. അപ്പോൾ ആ മറ്റേ വ്യക്തി പറഞ്ഞു, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മെഴുകുതിരി കെട്ടുപോയിരിക്കുന്നു, അതുകൊണ്ട് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രകാശമുണ്ട്, നല്ല രീതിയിൽ നമ്മൾ ജീവിക്കുന്നവരാണ്, പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നുണ്ട്, കൂട്ടായ്മകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, മറ്റുള്ളവർക്കൊക്കെ നമ്മൾ വെളിച്ചം പകരുന്നവരാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ നമ്മുടെ യാത്ര പലപ്പോഴും അന്ധകാരത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. വെളിച്ചമുണ്ട് എന്ന് നമ്മൾ ധരിച്ചു നടക്കുമ്പോഴും നമ്മുടെ യാത്രകൾ അന്ധകാരത്തിലൂടെയുള്ള യാത്രകളായിട്ട് മാറുന്നു. അതിനൊരു മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ്. വെളിച്ചത്തിലൂടെ നടക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു നോമ്പ് കാലത്ത് ആയിരിക്കുമ്പോൾ ഈ നോമ്പ് കാലം നമുക്ക് തരുന്ന ഒരു അവസരമാണ്. എങ്ങനെ നമ്മുടെ ജീവിതത്തെ, കഴിഞ്ഞ കാല ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി വെളിച്ചത്തിൽ നടക്കുവാനായിട്ട്, ഞാൻ മാത്രമല്ല മറ്റുള്ളവരെയും വെളിച്ചത്തിൽ നടത്തുവാനായിട്ട് എനിക്ക് എങ്ങനെ സാധിക്കും എന്നുള്ള ചിന്ത. അങ്ങനെ മറ്റുള്ളവരെയും നാമും വെളിച്ചത്തിൽ നടക്കേണ്ടത് ആവശ്യമാണ്. അതിന് ഈ നോമ്പ് കാലത്ത് സർവശക്തനായ ദൈവം നമ്മളേവരെയും സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, എല്ലാവിധമായിട്ടുള്ള നന്മകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങ് നൽകി അവിടുന്ന് അനുഗ്രഹിക്കുന്നു. ആ വലിയ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഈ നോമ്പ് കാലത്ത് ആയിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം വരുത്തുവാനും ആ പ്രകാശത്തിലൂടെ അങ്ങയിലേക്ക് കൂടുതൽ അടുക്കുവാനും അങ്ങയോട് ചേർന്ന് ജീവിപ്പാനുമായിട്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.